അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ എന്നെ പോലെ തന്നെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വൈറലായതിന്റെ പേരിൽ എസ്പെഷ്യലി ഫേസ് വാഷ് ഒക്കെ പോയിട്ട് മേടിച്ചിട്ടുള്ളവരായിരിക്കും. ബട്ട് ആസ് എ ഓയിലി സ്കിൻ ഗായ് പറയാലോ ഗൈസ്, നമ്മൾ ഓയിലി സ്കിന്നുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് റോങ് ആയിട്ടുള്ള ഫേസ് വാഷ് ചൂസ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പോം വഴിയാണ് ഈ ഒരു വീഡിയോ. 2026 ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ഫേസ് വാഷുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 ഫേസ് വാഷുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, മറിച്ച് ഇൻഗ്രീഡിയൻസ് വൈസ് അനലൈസ് ചെയ്ത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡേഷൻസ് നോക്കി, അതേപോലെ തന്നെ ഇന്ത്യയിലെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള യൂസർ ഫീഡ്ബാക്സ്, അതായത് ഒത്തിരി ജെന്യൂൻ ആയിട്ടുള്ള സ്കിൻ കെയർ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നുള്ള യൂസർ ഫീഡ്ബാക്സും ഒക്കെ കൂടെ അനലൈസ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന 5 ഫേസ് വാഷുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഇവിടെ സ്കിൻ കെയറിനെ പറ്റി, അതേപോലെ തന്നെ ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ എന്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കൊച്ചു വീഡിയോ ക്രിയേറ്റർ ആണ്. സോ നിങ്ങൾ എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയ ഉറപ്പായിട്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. സോ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്പർ 5 നമ്മുടെ ലിസ്റ്റിലുള്ള ഡെർമാക്കോഡ സാലിസിലിമേറ്റ് എന്ന് പറയുന്ന ഫേസ് വാഷ് ആണ്. സോ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫേസ് വാഷ് നോക്കുന്നവരാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു തുടക്ക സ്ഥലം ഇതായിരിക്കും. ഈ പ്രൊഡക്റ്റിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒരു ഓയിലി സ്കിന്നുകാരനെ സംബന്ധിച്ച് എക്സസ് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കും. അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള യൂസേഴ്സ് പറയുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിഫ്രഷിംഗ് ആണ് ഉപയോഗിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഓയിൽ കൺട്രോൾ ഉണ്ട്, പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്. ഞാനും പേഴ്സണലി ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. എന്റെ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിനെ പറ്റി. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്റെ റിവ്യൂ ഞാൻ പറയുന്നില്ല, മറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ ഇത് ആർക്കാണ് വാങ്ങാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ഒക്കെ നോക്കുന്ന ഒരു ഓയിൽ സ്കിന്നുകാരനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് ആര് അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നെ പെട്ടെന്ന് ചെറിയ കാര്യത്തിന് വരെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ജെന്റിൽ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാം. ഈ ഒരു ഫേസ് വാഷ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് അറൌണ്ട് 200 to 300 rupees ആണ്. സോ നെക്സ്റ്റ് നമ്പർ 4 നമ്മുടെ ലിസ്റ്റിലുള്ള സാധനം സാസ്ലിക് DS ഫോമിംഗ് ഫേസ് വാഷ് എന്ന് പറയുന്ന സാധനമാണ്. ടു ബി ഹോണസ്റ്റ് പറയാലോ ഗൈസ്, ഈ ഒരു പേര് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇതുവരെ കേട്ടിട്ടില്ല. അതായത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് അനലൈസ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഒരു പേര് കേൾക്കുന്നത് തന്നെ. ഇതൊരു ഫാർമസി പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡെർമറ്റോളജിസ്റ്റുമാരാണ് ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഇത് ബ്ലാക്ക് ഹെഡ്സ്, അതേപോലെ തന്നെ ക്ലോഗ്ഡ് പോർസ്, പിന്നെ ബ്രേക്ക്ഔട്ട്സ് ഒന്നും ഇല്ലാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ ഒരു ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ക്ലെൻസർ ആണെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഓയിൽനെസ് ഒക്കെ ഉള്ളവരാണ്, അത് അധികം ഭയങ്കരമായിട്ട് എക്സസ് ഓയിലിന്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണ്ട. ഭയങ്കരമായിട്ട് ഓയിൽനെസ് ഒക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ആരിത് അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുകാരും ഡ്രൈ സ്കിന്നുകാർക്കും പറ്റിയ സാധനമല്ല ഇത്. നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യണം. ഈ ഒരു ഫേസ് വാഷിന്റെ റേറ്റ് ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ കാട്ടുന്നത് 350 രൂപയ്ക്കാണ്. പിന്നെ ഫാർമസീസിനും ഇത് അവൈലബിൾ ആണ്, പക്ഷേ അവിടുത്തെ റേറ്റ് എനിക്കറിയത്തില്ല. നമ്പർ 3 നമ്മുടെ ലിസ്റ്റിലുള്ള സിറാവയുടെ ഫോമിംഗ് ക്ലെൻസർ ആണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ എന്റെ റിവ്യൂ ഇവിടെ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ. സിറാവയെ പറ്റി പറയുവാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല കേട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പിന്നെ ചില ഫേസ് വാഷുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഓയിലൊക്കെ പോവും, പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആക്കി ഇങ്ങനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, ആ ഒരു സാധനം ഇതിനുണ്ടാവില്ല. ഇത് ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മിക്കവരും ഈ ഓയിൽ കൺട്രോളും അതേപോലെ ആക്നെ മാറുന്നതിനൊക്കെ പറ്റി മാത്രം ചിന്തിക്കുമ്പോൾ സ്കിൻ ബാരിയർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മറന്നു പോകാറുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് അതിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏക നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി മേടിച്ച 88 ml 500 രൂപ റേഞ്ച് വരുന്നുണ്ട്. 500 to 1600 വരെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി. അപ്പോൾ ഹൂ ഷുഡ് അവോയ്ഡ് ഇറ്റ് എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളൊരു ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉള്ളവരാണ്, നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് നോക്കുന്നെങ്കിൽ വേറെ ഒത്തിരി ആൾട്ടർനേറ്റീവ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്പർ 2 നമ്മുടെ ലിസ്റ്റിലുള്ള മിനിമലിസ്റ്റിന്റെ 2% സാലിസിലിക് ആസിഡ് പ്ലസ് LHA ക്ലെൻസർ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഇന്ത്യയിലെ സ്കിൻ കെയർ കമ്മ്യൂണിറ്റീസിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസും അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണിത്. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പിമ്പിൾസ് വരുന്നവരാണ്, അതേപോലെ ഈസി ആയിട്ട് നിങ്ങളുടെ പോർസ് ഒക്കെ ക്ലോഗ് ചെയ്യുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ്. എസ്പെഷ്യലി ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇത് കൊടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ ഇത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. എനിക്കൊന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ട്. അടുത്ത തന്നെ ഞാൻ എന്താണെങ്കിലും ഇത് വാങ്ങുന്നുണ്ട്. ഹൂ ഷുഡ് യൂസ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ഹൂ ഷുഡ് അവോയ്ഡ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രീംലി സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. നമ്പർ 1 ആൻഡ് ദ ബെസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഫേസ് വാഷ് ആണ് സെറ്റഫിലിന്റെ ഓയിലി ക്ലെൻസർ. എന്റെ പഴയ വീഡിയോസ് മുതലേ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനും ഒരു വട്ടം
വട്ടം ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത്. ഈ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും സ്യൂട്ട് ആവുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കും ഇത്, നോ ഡൗട്ട്. ബാക്കി ഫേസ് വാഷുകളെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ ഇത് വീക്കാണ്. പക്ഷെങ്കിൽ ഈ സാധനം മുതൽ അതിന്റെ വർക്ക് ചെയ്യും എന്നാണ് ഞാൻ മാത്രമല്ല ഇന്ത്യയിലെ ഭൂരിഭാഗം ഓയിലി സ്കിന്നുകാരും പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓയിലി സ്കിന്നുകാരനെ സംബന്ധിച്ച് എത്രത്തോളം ഓയിൽനെസ് ഒക്കെ മാറ്റണം, കറക്റ്റായിട്ട് ഒരു ജെന്റിൽ ഫേസ് വാഷ് എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെ വെച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എവറി ഡേ യൂസബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് ഈ ഒരു സാധനം. ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് 600 രൂപ മുതൽ 1000 രൂപ വരെ, ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 600 രൂപയ്ക്ക് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഗൈസ്, എനിക്ക് അടിപൊളിയായിരുന്നു. സോറി എൻ്റെ റിവ്യൂ പറയാൻ പാടില്ല എന്നാണ്, എന്നാലും പറയുകയാണ്. അവസാനമായിട്ട് ഞാൻ ജസ്റ്റ് പറയാം, ഈ പറഞ്ഞ സാധനങ്ങളിൽ ഇപ്പം നമ്മൾ 5 പറഞ്ഞു, ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നോടും കൂടെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ എൻ്റെ റെക്കമെൻഡേഷൻ കൂടെ ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, എന്നാലും എൻ്റെ പേഴ്സണൽ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറയുവാണെങ്കിൽ സെറ്റഫിലും സിറാവയും രണ്ടെണ്ണവും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കിട്ടില്ല സാധനങ്ങളാണ്. അതിൽ സെറ്റഫിൽ നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും, റേറ്റും കൂടെ നോക്കുവാണെങ്കിൽ. അല്ലാത്ത ഓപ്ഷൻ രണ്ടും ബെസ്റ്റ് ആണ്. സോ ഫൈനലായിട്ടുള്ള ഒരു വേർഡിറ്റ് ഞാൻ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെർമാക്കോടെ സാലിസിനിമേറ്റ് ഫേസ് വാഷുമായിട്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് ആഗ്നയുടെയും ക്ലോഗ്ഡ് പോസിന്റെ ഒക്കെ വിഷയങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മിനിമലിസ്റ്റ് അല്ലെങ്കിൽ സാസിക് DS എന്ന് പറഞ്ഞ ഈ 2 ഫേസ് വാഷുകളിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് പോകും. നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒക്കെ നോക്കിയിട്ടുള്ള നല്ല കിഡിൽ ഒരു സാധനമാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറാവേ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഇനി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്റെയും കൂടെ റെക്കമെൻഡേഷൻ കയറ്റി വെച്ച് പറയുവാണ്, സെറ്റഫിൽ ആണ് ഏറ്റവും ബെസ്റ്റ്, ടോപ്പ് 1 സാധനം, ഒന്നും പറയാനില്ല. സോ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ സ്കിന്നൊക്കെ മനസ്സിലാക്കി പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാനും ഈ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കാശിന് വെർത്ത് ഉണ്ടായത്. കാരണം പണ്ട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതായിട്ടും വൈറലായിട്ടുള്ള സാധനങ്ങളുടെ പുറകെ പോയി ഒത്തിരി പൈസ കളഞ്ഞിട്ടുള്ള ആളായതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ഒരു ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് 100% യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തൊക്കെയാണെങ്കിലും അവസാനം ഞാൻ പറയുകയാണ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഫേസ് വാഷ് മാത്രം നിങ്ങളുടെ സ്കിൻ കെയർ ജേണിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ഡയറ്റ്, അതേപോലെ വർക്കൗട്ട്, അതേപോലെ തന്നെ സ്കിൻ കെയറിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇനി ഏതെങ്കിലും സീറോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേരി ചെയ്തിരിക്കും നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. അല്ലാതെ ഒരു ഫേസ് വാഷ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടത്തില്ല. ബട്ട് നിങ്ങൾ ഫേസ് വാഷ് ചൂസ് ചെയ്യുന്ന കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്യും. സോ ആ പണി കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വെച്ച് അനലൈസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് യൂസർ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡ്രൈ സ്കിന്നുകാരുടെ, കോമ്പിനേഷൻ സ്കിന്നുകാരുടെ, നോർമൽ സ്കിന്നുകാരുടെ, അങ്ങനത്തെ ഡിഫറൻറ്റ് സ്കിൻ ടൈപ്പുകാർക്ക് വേണ്ട ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ, സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെയൊക്കെ വീഡിയോസ്, ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കും. നമുക്ക് അടുത്തത് നിങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഒന്നും കൂടെ പറയാണ്, ഇതിൽ പറഞ്ഞ ഒരു പ്രൊഡക്ട്സും പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഞാൻ അത്രയും വാല്യൂ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്രദർ എന്ന നിലയിൽ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും പറഞ്ഞുതരാം എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ സ്പോൺസർഷിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാം. അപ്പം എന്താണെങ്കിലും